കേരളത്തിലെ പ്രധാന ജയിലുകളിലൊന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. 1000-ലേറെ വരും തടവുകാരുടെ എണ്ണം. 92 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിന് സ്വന്തമായി പെട്രോൾ പമ്പ് വരെയുണ്ട്. വരുമാനത്തിൽ മുൻപന്തിയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. ഭക്ഷ്യോൽപാദന യൂണിറ്റും പെട്രോൾ പമ്പും ബ്യൂട്ടി പാർലറുമാണ് പ്രധാന വരുമാന മാർഗങ്ങൾ. കഴിഞ്ഞ വർഷം ജനുവരി 31 മുതൽ ഡിസംബർ 31 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ലാഭം 1,82,00,000 രൂപ. ചപ്പാത്തിയും ചിക്കൻ കറിയും ബിരിയാണിയും അടക്കമുള്ളവയാണ് ജയിലിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കാർഷിക മേഖലയിൽ റബ്ബർ, കശുവണ്ടി എന്നിവയും ആട്, കോഴി, പശു വളർത്തൽ തുടങ്ങിയവയും ജയിലിലെ വരുമാന മാർഗങ്ങളാണ്. മാനുഫാക്ചറിംഗ് മേഖലയിൽ ഫർണിച്ചർ നിർമ്മാണം, തയ്യൽ എന്നിവയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നു. ജയിലിലെ വരുമാനം ഉപയോഗപ്പെടുത്തിയാണ് തടവുകാർക്ക് വേതനം നൽകുന്നത്. വേതന വർധനവ് നടപ്പിലാക്കുന്നതോടെ ലാഭത്തിൽ കുറവ് സംഭവിക്കും. വരുമാനം കണ്ടെത്താൻ മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും. വരുമാനം വർദ്ധിപ്പിക്കാൻ 90 ലക്ഷം രൂപ മുടക്കി ജയിലിന് പുറത്ത് പൊതുജനങ്ങൾക്കായി കഫറ്റേറിയ നിർമ്മിച്ചിരുന്നു. എന്നാൽ 5 വർഷമായിട്ടും തുറന്നു കൊടുക്കാനായിട്ടില്ല. 100 പേർക്ക് ഇരിക്കാനുള്ള വിശാലമായ ഹാൾ അടങ്ങുന്ന കെട്ടിടമാണ് നശിച്ചു കിടക്കുന്നത്. ജയിൽ ജീവനക്കാരുടെ കുറവും സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വെല്ലുവിളിയാണ്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.